എന്താണെന്നറിയോ, നമ്മുടെ ശക്തിമാൻ സീരിയലുണ്ടായിരുന്നു ദുഷ്ടശക്തികളെ ആവാഹിക്കുന്ന ആ മാജിക് ബൗളാണിത്. ഹേ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലൈഫ് അൺകട്ട്. ഇന്ന് ഞാൻ നിൽക്കുന്നത് യെസി ഹോം ഡെക്കർ എന്ന് പറഞ്ഞ പാലാരിവട്ടം NH ബൈപ്പാസിനടുത്തുള്ള ഒരു ഷോപ്പിലാണ്. ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ, വെറുതെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം, എന്നാലും ഭയങ്കര രസമുള്ളൊരു ഹോം ഡെക്കോർ ഷോപ്പാണ്. ഈ ഹോം ഡെക്കോർ ഷോപ്പുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കണ്ണിന് ഭയങ്കര കുളിർമയായിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും എന്താ പറയുക, വീട്ടിലേക്ക് കുറച്ച് എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ അറിയാണ്ട് വാങ്ങിച്ചു പോകും. അപ്പോൾ ഇവിടെ ഞാൻ പുറത്തുനിന്ന് ഒരുപാട് വട്ടം ഈ ലുലുവിലൊക്കെ പോകുമ്പോൾ ഈ ഒരു ഷോപ്പ് എപ്പോഴും നോട്ട് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് എനിക്കിവിടെ കയറാൻ പറ്റിയത്. കയറി കഴിഞ്ഞപ്പോൾ ഒന്നും പറയണ്ട, അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങറ്റം വരെ കുഞ്ഞി മുതൽ വലിയ വലിയ ഹോം ഡെക്കോർ സംഭവങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് ഒറ്റ ഒരു ഇതിൽ കണ്ടു തീർക്കാൻ പറ്റുന്നൊന്നുമല്ല. കാരണം ഞാനിത് ഒരു വട്ടം നടന്ന് കണ്ടു, 2 വട്ടം നടന്ന് കണ്ടു, എന്നിട്ടും ഞാൻ കാണാണ്ട് കുറേ സാധനങ്ങൾ അവിടെ ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ക്ലോക്ക് ഉണ്ട്, പിന്നെ അതുപോലെ നമ്മുടെ കണ്ണാടി മിറേഴ്സ് ഉണ്ട്, നമ്മളങ്ങനെ അധികം കാണാത്ത ടൈപ്പ് സംഭവങ്ങൾ, പിന്നെ പോട്ട്സ് ഉണ്ട്, പിന്നെ സ്റ്റാൻഡുകളുണ്ട്, പിന്നെ എന്തൊക്കെയോ പേരറിയാത്ത കുറേ സംഭവം, ബ്ലൂ പോട്ടറി, പിന്നെ ഹാങ്ങിങ്സ്, അങ്ങനെ എന്തൊക്കെയാ പറയുക, ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇവരുടെ ഗോഡൗൺ ഇവിടെ അടുത്ത് തന്നെയുണ്ട്. മേലെയും കുറേ ഉണ്ട്, പക്ഷെ അവിടെ അധികം സെറ്റായിട്ടില്ല. പക്ഷേ ഈ ഒരു ഫ്ലോർ തന്നെ കണ്ടാൽ മതി, നമ്മുടെ മനസ്സെന്നറിയും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നടന്ന് കാണാം. ഇതൊരു പക്ക ഹോം ഡെക്കോർ ഷോപ്പ് എന്ന് പറയാം. എന്താണെന്നറിയോ, നമ്മൾ സാധാരണ ഒരു ഇതിൽ പോയി ഹോം ഡെക്കോർ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ വളരെ കുറച്ച് സാധനം അല്ലെങ്കിൽ വളരെ കുറച്ച് കളക്ഷൻസേ ഉണ്ടാവാറുള്ളൂ. ഇവിടെയെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഫുൾ ഫില്ലായിട്ട് ഇരിക്കുകയാണ്, ഓരോ റാക്കും നിറഞ്ഞിരിക്കുകയാണ്. ഇത് കൂടാണ്ട് ഇനി കുറേ കളക്ഷൻസ് വരാനുണ്ട് നെക്സ്റ്റ് വീക്ക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ കുറച്ച് ക്യൂട്ടായിട്ടുള്ള കുറച്ച് സാധനങ്ങളെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് തന്നെ കണ്ടോ, ഒരു ക്യൂട്ട് കോഴിക്കുഞ്ഞ്. പിന്നെ ഇത് ഇതിൻ്റെ ശല്യം കൊണ്ട് സഹിക്കാൻ പറ്റാണ്ടിരിക്കുന്ന ഒരു സംഭവം, ആഫ്രിക്കൻ ഒച്ച്. പക്ഷെ എനിക്ക് ഇത് കണ്ടിട്ട് ഭയങ്കര രസം തോന്നുന്നത്, ഈ ഒച്ചിനോട് ആദ്യമായിട്ടൊരു ഇഷ്ടം തോന്നിയത് ഇപ്പോഴാണ്. പിന്നെ കുറേ ഇതൊക്കെ ഫൗണ്ടൻസാന്ന് തോന്നണേ, ഇപ്പോൾ അത് പ്ലഗ് ചെയ്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ്. കണ്ടോ, ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതിപ്പോൾ ക്രിസ്മസിൻ്റെ ആ ടൈമിൽ മാത്രമല്ല, അല്ലാണ്ട് നമുക്ക് ഹാങ് ചെയ്യാനൊക്കെ നല്ല രസമാണ്. അങ്ങനത്തെ കുറേ ക്യൂട്ട് ഹാങ്ങിങ്സ് ഉണ്ട്. എനിക്കറിയില്ല ഇത് ഏതൊക്കെയാണ് നിങ്ങളെ കാണിച്ച് തരേണ്ടതെന്നോ ഒന്നും അറിയില്ല, കാരണം അത്രയധികം കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ ഉണ്ടോ, നല്ല ക്ലാസി ലുക്കാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെയും പറ്റും. കണ്ടോ, ക്യൂട്ടായിട്ട് നമുക്ക് ഈ സക്യുലൻസ് ഒക്കെ വെക്കാൻ പറ്റിയ ഒരു പോട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഫുൾ നിറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് പ്ലാന്റ്സും കൊണ്ടും. അല്ലാണ്ട് വോൾ ഹാങ്ങിങ്സ് വേണോ, അല്ലാണ്ടുള്ള എല്ലാ റീത്ത് പോലത്തെ ആ ഒരു സംഭവം നമ്മുടെ ഡോറിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കാൻ പറ്റിയത്. പിന്നെ ഇതാ ഇവിടെ ബുദ്ധൻ്റെ സ്റ്റാച്ചു വെച്ചിട്ടുള്ള, അത് ഫൗണ്ടനാണോ അതോ ഡിസ്പെൻസറാണോ എന്നറിയില്ല, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഇതിൽ പ്ലാന്റ്സ് സെറ്റ് ചെയ്യാം നമുക്ക്. ഇതാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്ന ആ ഒരു ബൗള്. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ പല എന്താ പറയുക, ഒരേ ഒരു കാറ്റഗറിയിലുള്ളതല്ല, പല കാറ്റഗറിയിലുള്ളത് മിക്സ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കാണ്. ഇതിലൊക്കെ വെള്ളത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും നട്ടു വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഈ ഒരു പ്ലേറ്റ് കണ്ടോ, ഭയങ്കര ക്ലാസി ലുക്കാണ്. ഒരു സിംഗിൾ പീസ് വെച്ചാൽ മതി. ഇത് ക്യൂട്ടാന്ന് നോക്കി, ഭയങ്കര മിനിയേച്ചറായിട്ട് ഉണ്ടാക്കണതിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. അതുപോലെ ഇതിൽ കണ്ടോ, ഇതിൽ ഇങ്ങനെ നമുക്ക് ഫില്ല് ചെയ്ത് വെക്കാം, നമുക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ ഇതൊരു ടേബിളിൻ്റെ ഷോ പീസ്, ഒരു മിഡിൽ പീസൊക്കെ ആയിട്ട് വയ്ക്കാൻ നല്ലത്. പിന്നെ കുറച്ച് നല്ല എന്താ പറയുക, ആൻറ്റിക് ടൈപ്പ് ക്ലോക്സ് ഉണ്ട്. ഇത് ഹാങ് ചെയ്തിട്ടുള്ളത് ഇതാ അവിടെ ഫ്രണ്ടിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഭയങ്കര രസമായിരിക്കും കേട്ടോ അതൊക്കെ ഹാങ് ചെയ്ത് വീട്ടിലിട്ട് കഴിഞ്ഞാൽ. പിന്നെ ഈ ഒരു സെക്ഷൻ കുറേ പോട്ട്സുകളാണ്. പിന്നെ അതുപോലെ ഹോം ഡെക്കോർ സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ മെയിൻലി പോട്ട്സാണ് ഇവിടെ. ഇതൊക്കെ നല്ല ക്യൂട്ടാണ് കേട്ടോ. ഈ ഒരു സംഭവം നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്, നല്ല രസമുണ്ട്. നമുക്ക് ഈ സോൾട്ടും പേപ്പറും ഒക്കെ ഇട്ട് വയ്ക്കാൻ അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷെ നല്ല ക്യൂട്ടാണ്. നമ്മൾ നോർമലി ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല, നല്ല രസമുണ്ട് അത്. പിന്നെ ഇത് നോക്ക്, ഇങ്ങനത്തെ കുറേ കാണാം ഇവിടെ. ഇതൊക്കെ സെറാമിക്കിൻ്റെയാണ്. നമ്മൾ ഹാൻഡിൽ വിത്ത് കെയർ. ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റില്ല, കാരണം നിറച്ചിങ്ങനെ ഫില്ല് ചെയ്തിരിക്കണോണ്ട് സൂക്ഷിച്ച് നടക്കണം. കണ്ടോ, കുറേ സംഭവങ്ങൾ. ഇതൊക്കെ അത്ര കോമൺ അല്ല. കണ്ടോ, പെൻ ഹോൾഡറാണ്, പക്ഷെ ഇങ്ങനെ കോമൺ അല്ല ഇത്. കണ്ടോ, പിന്നെ പ്ലാന്റേഴ്സ് കണ്ടോ, ഇങ്ങനത്തെ പ്ലാന്റേഴ്സ് ഇതിൻ്റെ 3 എണ്ണമുള്ള സെറ്റുകളുണ്ട്. നേരത്തെ കാണിച്ചതിൻ്റെ കുറേ ഉണ്ട്. 180 ഒക്കെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്.
പിന്നെ ബുദ്ധയുടെ കുറേ കണ്ടോ, ചെറുതും വലുതും ഒക്കെ ഉണ്ട്. ഇതാ നല്ല ക്യൂട്ടായിട്ടുള്ള ഷൂ, എല്ലാം ക്യൂട്ടാണ് ഇവിടുത്തെ. ഇത് പ്ലഗ് ചെയ്ത നല്ല ലൈറ്റൊക്കെ ആയിരിക്കും, കാരണം കളർഫുൾ ലൈറ്റായിരിക്കും ഇതിൽ നിന്ന് വരുന്നത്. നല്ല കളർഫുള്ളായിട്ട് ലൈറ്റാണ്. ഇതും കൊള്ളാം കേട്ടോ. എന്തെടുക്കുമ്പോഴൊന്നും സൂക്ഷിക്കണം, കാരണം അതിനോട് ചേർന്ന് കുറേ സംഭവങ്ങളുണ്ടാവും. ഇത് ബ്ലൂ പോട്ടറിയുടെ ഒരു സെക്ഷൻ തന്നെയുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലെ ഈ ക്യൂട്ട് ഗിഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റി, ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചിട്ട് ഫോട്ടോസോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചിട്ട് അങ്ങനത്തെ കുറേ നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും. ഉണ്ടോ, കുറേ ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളുണ്ട് ബ്ലൂ പോട്ടറി തന്നെ. രണ്ട് സൈഡും നിറയെ സാധനങ്ങളായതുകൊണ്ട് എവിടെ നിന്ന് എടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ഒരു സെക്ഷൻ മുഴുവൻ ഇതുപോലെ തന്നെ പോട്ട്സൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് കണ്ടോ, ഇങ്ങനത്തെയൊക്കെ കുറേ ഐറ്റംസ് നമ്മൾ അധികം കണ്ടിട്ടില്ല ഇവിടെ. ഇതുണ്ടോ, ഇങ്ങനത്തെയൊക്കെ സാന്റാക്ലോസിനെ വെച്ചിട്ട് ഒരുപാട് ഷോപ്പ് പീസ് ഇവിടെ ഞാൻ കണ്ടു. അങ്ങോട്ടൊക്കെ ഉണ്ട് സാന്റാക്ലോസിൻ്റെ. ഇതായത് നോക്ക്, ഇതുണ്ട്. ഇതെന്ത് ക്യൂട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ വലിച്ചെറിയണ ചെറിയ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ ചെറിയ ഹോം ഡെക്കോർ ഉണ്ടാക്കാം. ഒരു ഐഡിയ ആണ്. നമുക്ക് ചെറിയ ഒരു ചാക്ക് നൂല് കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ സുഖമായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതും നല്ല ഭംഗിയുണ്ട്. എന്തെങ്കിലും വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒരു ഹാങ്ങിങ് പ്ലാന്റ് 3 ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും ഇത് കാണാൻ. ഒരു പൈനാപ്പിൾ ഷേപ്പിലുള്ള ഒരു ഹോം ഡെക്കോറാണ്. ഇതും നല്ല രസമുണ്ട്. ഒരു ഹാൻഡിലൊക്കെ ഉണ്ട് കേട്ടോ അതുമേ. ഇതൊരു 3 ഈ ഒരു സെറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട്. ഇവിടെ അധികം പോട്ട്സ് ആണോ, ഈ ഒരു സെക്ഷനിൽ അധികം പോട്ട്സ് തന്നെയാണ്. ക്രിസ്മസ് ഒക്കെ വരണ കാരണം ക്രിസ്മസിൻ്റെ തീമിൽ വരുന്ന കുറേ സംഭവങ്ങളുണ്ട്. ഇനിയും ഇവിടെ കളക്ഷൻസ് വരാനുണ്ട്. അങ്ങനെ സെറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇതാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എല്ലാം കൊണ്ടുപോകാം. ഇതാ സ്നോവിൻ്റെ തീമിൽ വരുന്നത്, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളുണ്ട്. സ്നോമാനൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ളൊരു സ്നോമാനാണ്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സാന്റാക്ലോസിൻ്റെ ഇതിലുള്ള ഹാങ്ങിങ്സ് ഭയങ്കര രസമുണ്ട് അത് കാണാൻ. ക്യൂട്ട് വാട്ടറിങ് ക്യാൻ, ഭയങ്കര ക്യൂട്ടായിട്ട്. ഇത് നോക്കി, നല്ല ഭംഗിയുണ്ട്. നോക്ക്, ഞാൻ നിങ്ങൾക്ക് ഇനിയൊരു സംഭവം കാണിച്ചു തരാം. കൊറോണ വൈറസ്, ഗോൾഡൻ കളർ കൊറോണ വൈറസ്. പിന്നെ നമ്മുടെ ടെറേറിയൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ കിട്ടാൻ പറ്റിയ മഷ്റൂംസ് ആണിത്. ഇങ്ങനെ ഗ്ലാസിൻ്റെ കുറേ പാത്രങ്ങളും പോട്ട്സും ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്കങ്ങനെ ക്രിസ്മസ് ടൈം ആവാനായതുകൊണ്ടാണ് അതിൻ്റെ കുറേ സംഭവം. എനിക്കങ്ങനെ സീസണലായിട്ട് അപ്പോൾ ഇവർ പലതും ഇങ്ങനെ ഫില്ല് ചെയ്യുന്നതാണ്. ഇവർ കളക്ഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണല്ലോ നമുക്ക് വേണ്ടത്. എപ്പോഴും വരുമ്പോൾ ഒരേ കളക്ഷൻ കാണിക്കണേലും നല്ലത് സീസൺ അനുസരിച്ച് പലതും ഇങ്ങനെ മാറ്റി വെക്കണമായിരിക്കും ഭംഗി. ഇങ്ങോട്ടൊക്കെ നല്ല ഭംഗിയുള്ള കുറേ പോട്ട്സ് ഉണ്ട്. ഇതൊക്കെ നല്ല രസമാണ്. പോട്ട്സ് എല്ലാം ഹോം ഡെക്കോറാണ്. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. ഇത് സംഭവം കിഡുമായിട്ടുണ്ട്. സൂഫി
ആ ഒരു ഇതാണ് കേട്ടോ അത്. അതിൻ്റെ വൈറ്റാണ് ഏറ്റവും ഭംഗി. ഒരു റാബിറ്റ് ഫേസിലുള്ളൊരു നമ്മൾ ആ ബോട്ടിൽ കട്ട് ചെയ്തിട്ട് ഇപ്പം നമ്മൾ കാണാറുണ്ട് എവിടെയും, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാൻ. പിന്നെ ഈ സൈക്കിളുമ്മ ഉണ്ടോ വാട്ടറിങ് പാലിൻ്റെ ആ പഴയ മോഡലിൽ പാല് വെക്കണ ആ ഒരു ഇതുണ്ടല്ലോ, അതാണ് മിൽക്ക് ക്യാൻ. പിന്നെ ഇവിടെയും കണ്ടോ നമ്മുടെ ക്രിസ്മസ് റിലേറ്റഡ് ആ ഒരു തീമിൽ വരുന്ന ജാഴ്സൊക്കെയാണ് സാന്റാക്ലോസിൻ്റെ. ഇവിടെയൊക്കെ ഉണ്ടത്, കുറേ ഉണ്ടത്. ഇത് പ്ലാസ്റ്റിക്കിൽ വരുന്ന ഷോ പീസസ് ആണ്. നമുക്കിതിപ്പം പ്ലാന്റ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ഇത് ഇങ്ങനത്തെ ക്യൂട്ട് പോട്ട്സ് കൊണ്ടുപോയി വെച്ചാൽ മതി, നല്ല രസമുണ്ടാവും. ചെറിയ സ്പേസ് ഒക്കെ ആണെങ്കിൽ കണ്ടോ. ഇവിടെ വുഡൻ്റെ ബോക്സുകളൊക്കെ ഉണ്ട്, കുറച്ച് വലിയ ബോക്സാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് വേറെ പോട്ട്സൊക്കെ വെക്കാം, ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ പോട്ട്സൊക്കെ വെക്കാം. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ പോട്ടുകളും ഹോം ഡെക്കോഴ്സും ഉണ്ട്. നേരത്തെ കണ്ടതിൻ്റെ പല വലിപ്പത്തിലുള്ളതാണ് കേട്ടോ. എൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ നല്ല ഭംഗിയാണിത്. നമ്മുടെ തീം ഒരു ആൻറ്റീക്ക് ആണെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചാൽ മതി. ഇത് നോക്ക്, നേരത്തെ ഞാൻ കണ്ടതിൻ്റെ വേറെ ഒരു ടൈപ്പാണ്. ക്രാബ് കണ്ടോ. കുറച്ച് മാറ്റ്സ് റഗ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെയും കുറച്ച് ക്യൂട്ടായിട്ടുള്ള സാന്റാക്ലോസ്, ഭയങ്കര കുഞ്ഞു സാന്റാക്ലോസ്. പിന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇതാ ഇവിടെ നമുക്കിങ്ങനെ പലതിലും കാണാം. ഒരു പീക്കോക്ക്, ഇത് അപ്പുറ സൈഡിൽ നിന്നാണ് ഇവിടെ ഒരു പീക്കോക്ക്. ഇത് കണ്ടോ, കുറേ പൈപ്പ് വെച്ചിട്ടുള്ള കുറേ പ്ലാന്റർ ഉണ്ട്. ഈ ക്ലോക്ക് നല്ല രസമുണ്ട് കേട്ടോ. ഈ വുഡ് പീസിന് നല്ല വെയിറ്റ് ഉണ്ട്, നല്ല ഹെവിയാണ് കണ്ടോ. അങ്ങനത്തെ കുറേ ഉണ്ട്. പിന്നെ ഒരു ഇതിൽ തന്നെ ഒരു 4 ചെടി വെക്കാൻ പറ്റിയ വാൾ ഹാങ്ങിങ് ആണ്. ഇതിലൊക്കെ ഓരോന്ന് വെക്കാൻ പറ്റും. ഇതിലൊരു 4, അതിലൊരു 3 ഒക്കെ വെക്കാൻ പറ്റും. നമ്മളെ കീയൊക്കെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. തുറക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കുറേ ഉണ്ട് കീ ഹോൾഡ് ചെയ്യാൻ. പിന്നെ പുറത്തും നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം. നല്ല രസമുണ്ട്. കണ്ണാടിയും വെക്കാം, പ്ലാന്റ്സും വെക്കാം.